ഹേ ആൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ബാലൻ സിനിമ കണ്ടിരിക്കുകയാണ്. ബാലൻ 2026 നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള ചിദംബരത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ബാലൻ. നിങ്ങൾ ഒരു ക്ലാസിക് കൾട്ട് മലയാളം മൂവി പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടും പറയല്ല, പടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒരു ഹോളിവുഡ് ലെവൽ ടച്ചിലാണ് പടം ചെയ്തു വച്ചിരിക്കുന്നത്. പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ട. ആ ബാലൻ എന്ന ആ റോൾ, ബാലൻ എന്നല്ല ആ ചിത്രത്തിൽ യങ്ങർ പാർട്ടായിട്ട് അഭിനയിച്ചിരിക്കുന്ന മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ ചെയ്ത് പല പേരുകളായിട്ടാണ് ചിത്രത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കൊരു പേരും എടുത്തു പറയാൻ പറ്റത്തില്ല. പവിത്രൻ എന്ന് പറയാൻ ചെറുപ്പക്കാരൻ, ആ കുട്ടി ചെയ്തിരിക്കുന്ന റോള് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഫർസാന പാലത്തിങ്കൽ, പുള്ളിക്കാരുടെ അഭിനയവും പക്കയായിരുന്നു. ചിത്രം ഒരു ക്ലാസിക്കൽ, ഒരു ചിദംബരത്തിൻ്റെ സിനിമകൾ മറ്റ് സിനിമകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് എടുത്തു വെച്ചേക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിനയം പെർഫോമൻസ് വൈസ് ആയാലും നൈസായിട്ട് ചെയ്തു വെച്ചേക്കുന്നുണ്ട്. എടുത്തു പറയാൻ സ്റ്റോറി, പടത്തിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആവേശത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി തന്നെ പറയാം, ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആ രീതിയിൽ ആ ഒരു പടത്തിന് നമ്മുടെ അമ്മയോടുള്ളൊരു സ്നേഹം എടുത്തു കാണിക്കുന്ന രീതിയിലൊരു അടിപൊളിയായിട്ടൊരു സ്റ്റോറിയാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. തിയേറ്ററിൽ ഇപ്പോൾ ആൾ കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നില്ല. ഞാൻ സിനിമ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആൾ കുറവായിരുന്നു. എന്നാൽ ഈ സിനിമ ഒത്തിരി ആൾക്കാർ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഒട്ടും 2.25 മണിക്കൂർ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഒട്ടും ലാഗ് തോന്നിക്കുന്നില്ല. സിനിമ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ ഇരുത്തുന്നുണ്ട്. ചിത്രത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലായാലും BGM ആയാലും ബാക്കി കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട്, സിനിമാറ്റോഗ്രാഫി എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്നൊരു ചിത്രം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സിനിമ പോയി കാണുക. പിന്നെ ഇതിനകത്ത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാരക്ടർ ടൊവിനോ വരുന്നുണ്ട്. ടൊവിനോയെ പറ്റി പറയുന്നില്ല. ടൊവിനോ വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയം തന്നെയാണ്. ഒരു സ്റ്റാറിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയം ഇതിനകത്ത് കാഴ്ചവെച്ചു. അബ്ബാസ് എന്ന ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാഴ്ചവെച്ചു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പടത്തിൽ ഓരോ മൂമെൻറ്റ്സും കുറച്ച് മൂമെൻറ്റ്സൊക്കെ നമുക്ക് നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ടും റിഫ്രഷ് ചെയ്യുന്ന രീതിയിൽ, കുറച്ച് ലീഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നിക്കും. പിന്നെ കുറേയധികം നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത മൂമെൻറ്റ്സ് ഉണ്ട്. ആ രീതിയിൽ ത്രില്ലടിപ്പിച്ച് ക്ലൈമാക്സിൽ ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ് പോലൊക്കെ വരുന്ന രംഗമുണ്ട്. ചിലവർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ചിലവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലൊരു മലയാളം ഹോളിവുഡ് മിക്സ് സിനിമ എന്നൊക്കെ പറയാമല്ലോ. മലയാളത്തിന് ഇനിയും ഒരു ക്ലാസിക്കൽ വന്ന കൂട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും പോയി കാണുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.